ഹലോ. എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയ സ്ഥിതിക്ക് ഫുള്ള് കാണണം. കാരണം എന്നെ കണ്ടിട്ട് നിങ്ങൾ എല്ലാ കാര്യം പഠിക്കണം. എന്നെ കണ്ടിട്ട് നിങ്ങൾ കുറച്ചൊക്കെ നന്നാവണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അയ്യോ, എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. നമ്മളിന്ന് ഉള്ളിയിൽ പോവാന്ന്. ഉമ്മാമ ഉണ്ടായിരുന്നു 2 ദിവസം. ഉമ്മാമ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി, കീച്ചേരിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോന്നാം. വരുന്ന വഴിക്ക് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും പോകണമെന്നുണ്ട്. അങ്ങനെയല്ല, ആദ്യം നമ്മൾ കീച്ചേരി പോകുന്നു, എന്നിട്ട് ഉള്ളിയിൽ പോകുന്നു. ഏത് ലിപ്സ്റ്റിക്കാണ് ഇടാന്നോ അങ്ങനെ കൺഫ്യൂസ്ഡാണ്. ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഈ ഡ്രസ്സിന് മാച്ചുള്ളത് പോലെ ഉണ്ട്. നോക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നാൽ ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇതിന് മൂടിയൊന്നുമില്ല. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ലിപ്പൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. ഇപ്പം കുറച്ച് ദിവസമായി ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു. കുറയ്ക്കണം. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ഈ ലിപ്സ്റ്റിക്കും കൊണ്ട് കുറേ ടൈമിനെ കളിക്കും. എൻ്റെ കഷ്ടപ്പാട് ആരറിയാൻ, ആരും മനസ്സിലാക്കാൻ. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടുള്ളത്. ആവശ്യമില്ലാത്ത സമയത്ത് ഫുള്ളാടി ഓടിയുള്ള എൻ്റെ കൺമഷി ഐലൈനറൊക്കെ ഉണ്ടാവും. വേണ്ടുമ്പോൾ ഒന്നും കാണൂല. കൺമഷീനെ എവിടെ നിന്ന് തപ്പാനാ. എൻ്റെ ബാഗിലുള്ള പോലെ ഒരു ഓർമ്മയുണ്ട്. നോക്കിയിട്ട് നോക്ക്. എൻ്റെ ഇത് മൊത്തം അതിനായിട്ട് വെച്ചതാണ്. പക്ഷേ എങ്കിൽ ഒരിക്കലും അതിലുണ്ടാവില്ല. ബാക്കി ലിപ്സ്റ്റിക്ക് ഞാൻ ഫേസിലിട്ട് ബോറുണ്ടാവും. ആദ്യം നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ഈ കമ്മൽ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ ഫേവറേറ്റ് ഒന്നാണ്. രസമുണ്ടോ? നിങ്ങൾക്കുണ്ട് ഇങ്ങനെ? എനിക്ക് കമ്മലിടുന്ന ഇപ്പം തീരെ ഇഷ്ടമല്ലെന്ന്. വീട്ടിൽ നിന്നൊന്നും ഞാൻ കമ്മലിടുന്നില്ല ഇപ്പം. ഇനിയിപ്പോൾ കാതിൻ്റെ ഓട്ട അടഞ്ഞിട്ട് വേണം എനിക്ക് വീണ്ടും പോയി കുത്താൻ. അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഇടാൻ മറന്നും പോകുന്നത് ഇഷ്ടമില്ല. അതാണ് സംഭവം. ഇനി നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് കൺമഷി അപ്ലൈ ചെയ്യാം. പക്ഷെ കൺമഷി ഇട്ടിട്ട് എന്ത് കാര്യം? ആകെ ഒരു 1/2 മണിക്കൂർ എൻ്റെ കണ്ണിൽ നിൽക്കും. മുകളിലും എനിക്കിടണം. താഴെ മാത്രം ഇട്ടൊരു രസം കിട്ടില്ല. എൻ്റെ ഫേസിലെപ്പോഴും എനിക്ക് കൺമഷി ഇട്ട് എവിടെയെങ്കിലുമൊക്കെ പരങ്ങും. ഇപ്പം ഞാൻ ഐലൈനർ പുതിയ മോഡലിൽ വരക്കൽ. ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു വാല് മാത്രം വെച്ച് കൊടുക്കായിരുന്നു. ഇപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ ഇടൽ. രസമുണ്ടോ? പക്ഷെ എനിക്കെന്തോ ഒരു കിട്ടുന്നില്ല. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ. നോക്കിക്കേ, ഈ ഡ്രസ്സ് എനിക്ക് ഇട്ട് എല്ലാം റെഡി ആയതിന് ശേഷം എനിക്കെന്തോ ഒരു കംഫർട്ടബിൾ. വേറെ ഇട്ട് നോക്കാം. പക്ഷെ ഇതും എനിക്കൊരു ഇതില്ല. ഇപ്പം ഞാൻ പറത്തിട്ട്, എന്നാലും നമുക്ക് പറത്ത് തന്നെ മേച്ചാവോ. പറത ഇട്ട് ഒരു ഷാൾ ഇട്ട് അങ്ങ് പോവും. സ്കാർഫെല്ലാം കുത്തിയിട്ട് പോകും. പക്ഷേ വണ്ടിയിൽ നിന്ന് അങ്ങ് കഴിക്കും. അതാണ് മെയിൻ ഹോബി. എത്ര കുത്തിയാലും ആവില്ല. പണ്ട് സ്കൂളൊക്കെ പോകുമ്പോൾ ഉള്ള അവസ്ഥ ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഒരു സ്കാർഫ് കുത്തണമെങ്കിൽ എനിക്കൊരു 1/2 മണിക്കൂറൊക്കെ വേണം. എനിക്ക് സ്കാർഫ് കുത്തിയാൽ നിൽക്കില്ല. എന്നിട്ട് തട്ടിക്കൂട്ടി സ്കാർഫൊക്കെ കുത്തി നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇവനൊക്കെ റെഡിയായി മുറ്റത്ത് നിൽക്കുന്ന. ഉമ്മാൻ്റെ ഇനിയും ആവില്ല. എത്ര കഴിഞ്ഞാലും ലാസ്റ്റ് എന്തെങ്കിലും പോയിട്ട് ആൾക്ക് ബിരുന്നൊന്നും പറ്റി പോയിട്ട് വരും. അങ്ങനെ നമ്മൾ ഡോറൊക്കെ പൂട്ടി നമ്മൾ പോകാൻ നോക്കുന്ന. നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലാണ്. കണ്ട എൻ്റെ ഫേസിലൊക്കെ സൺ കിസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പല്ല് മാത്രമേ കാണുന്നില്ലൂ. ആളെ കാണണോ? ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉമ്മാമ നേരത്തെ വണ്ടി കയറി. ഉമ്മാമക്ക് പോകാൻ ഭയങ്കര ധൃതിയാണ്. ആൾ ഫേസ് കാണിക്കുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പോവാം. ഇനി നിങ്ങളോടായിട്ടൊരു കാര്യം. എൻ്റെ ലാംഗ്വേജ് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വന്നിട്ട് എന്നോട് പറയുക. നിങ്ങളെ മൈൻഡിൽ വെച്ചോളണം.
എനിക്ക് ഇങ്ങനെ പറയാനറിയൂ. മെല്ലെ മെല്ലെ ശരിയാക്കാം, നമുക്ക് ശ്രമിക്കാമെന്ന്. അപ്പോൾ ഗൈസ്, അമ്മയൊക്കെ വണ്ടിയിലൊക്കെ കയറി നമുക്ക് പോയിട്ട് വരാം. ഞാൻ കുറേ നാളെ കീച്ചേരി പോകാത്ത. കീച്ചേരി മീൻസ് അമ്മമ്മൻ്റെ വീട്. ഓക്കെ, നല്ല വെയിലാണ്. എൻ്റെ ഫേസിലിങ്ങനെ വെയിലടിക്കുന്നു. ഇന്നെന്താണെന്നറിയില്ല, ഇന്ന് ആളൊക്കെ കുറവാണ്. അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല, തിരക്കില്ല. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ ഫോണിൽ തെറിച്ച് പോകുന്നത്തെ കാറ്റു. അപ്പം നമ്മളിങ്ങനെ ശിവരെത്താനായി. ഇത് പാലുകാച്ച് പാറെത്തി. ശിവരെത്തിയപ്പം ഒരു ഹോട്ടലിൽ നിന്നും നല്ല സ്മെല്ലടിച്ച്. നസ്കം സ്മെല്ലെല്ലാം ഇങ്ങനെ വരും, പക്ഷെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട. അതാണ് സംഭവം. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരണോ? ഒരു കാട്ടുമൂലേൻ്റെ നടുക്കൊരു ബിൽഡിങ്. അവിടെ ആര് താമസിക്കാനാണാവോ? ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ നിന്ന് ഈ സ്ഥലമൊക്കെ കാണാൻ? എന്തിൻ്റെ കേടാന്ന് ആർക്കറിയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, എൻ്റെ സൗണ്ടിലും എൻ്റെ സംസാരത്തിലൊക്കെ. ബൈ.